ഇതിൻ്റെ ബാൽക്കണിയുടെ വ്യൂ നമുക്ക് നോക്കാം. ഇറ്റ്സ് റിയലി അമേസിങ്. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹില്ലാണ് നമ്മൾ കാണുന്നത്. ഇത് അരുണാചല ഹിൽസ് ആണ്. ഇറ്റ്സ് അറൌണ്ട് 2668 feet holy mountain. Kartikeya Deepam will be lit on this mountain. Good morning. Hi, good morning. Good morning, Solomon. Good morning. Welcome back to our channel. So it's a fresh morning. നമ്മൾ നന്നായി ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇനി നമ്മൾ കോവിലിൽ പോവാണ്. സോ കോവിലിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. There is a complimentary breakfast in this hotel. Early morning we didn't wake up. It was a long drive yesterday. We are doing some editing jobs, right? So രാവിലെ എഴുന്നേറ്റു. It was a pleasant morning. നിങ്ങൾ ഓൾറെഡി നമ്മൾ ആ ഒരു ബാൽക്കണിയിൽ കൂടെയുള്ള സീൻ കണ്ടിട്ടുണ്ടാവും. സോ ബ്യൂട്ടിഫുൾ സ്മോൾ ഹിൽ. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് പ്ലേസ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് അവേ വി ആർ ട്രൈങ് ടു ഗോ ടു ദ ടെമ്പിൾ. അവിടെ പോയി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അല്ലേ? Menu. Kesari for the sweet, then vada is there, and this is a pongal. And Maheshwar already finished with idli, right? Yeah. അരുണാചലേശ്വരർ ടെമ്പിൾ, ചോള ഡിനാസ്റ്റി, ഇറ്റ്സ് എ 9th century ടെമ്പിൾ. അന്ന് തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു മെയിൻ ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലാണ് കാർത്തികേയ ദീപം ഫെസ്റ്റ്. മഹാദീപം വിൽ ബി ലിറ്റ് അറ്റോപ്പ് ദ ഹോളി മൗണ്ടൻ. ഈ 2020 ഇറ്റ്സ് കമ്മിങ് ഇൻ November 29th, which is a Sunday. Mahakartikeya Deepam will be lit by around 6 p.m. and it's using around 3,500 kilograms of ghee, and it is visible around in a radius of around 35 square kilometers. Annamalai Hills is an octagonal shaped hill, and it's around 14 kilometers in circumference. So when you go around the hills, that's called the Girivalam. നമ്മളിപ്പോൾ കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിൽ ഇപ്പോൾ പോസ്റ്റ് ലോക്ക്ഡൗൺ ടൈമിൽ ദേ ഹാവ് റെസ്ട്രിക്റ്റഡ് ദ എൻട്രി. ലൈക്ക് അറൗണ്ട് ഒരു 50 പേരെന്തോ കയറ്റിവിടുള്ളൂ. ഓൾമോസ്റ്റ് 50 people per hour അങ്ങനെ എന്തോണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ വാട്ട് വി തോട്ട് ഇസ് നമ്മൾ ഫ്രീ ദർശൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൺലി ഫ്രീ ദർശൻ ഇസ് അലൗഡ്, നോ പെയ്ഡ് ദർശൻ ഇസ് ദർ. സോ നമ്മളത് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ദാറ്റ്സ് അരുണാചലേശ്വര ടെമ്പിൾ .tnhrce.in. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോകുന്ന അമ്പലത്തിൻ്റെ ഈസ്റ്റേൺ ഗോപുരത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഓൺലൈനിൽ വേഗം കിട്ടി. ജസ്റ്റ് ഒരു ദിവസം മുമ്പ് മാത്രമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡും പിന്നെ ഒരു മൊബൈൽ നമ്പർ ഇമെയിലും കൊടുക്കണം. ആൻഡ് ഒരു ടിക്കറ്റാണ് ഒരു ആധാർ കാർഡിന് ഇഷ്യൂ ചെയ്യുന്നത്. ടെമ്പിൾ കോംപ്ലക്സ് ഒരു 10 hectares ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ് ഹൗസസ് ഓൾമോസ്റ്റ് 4 ഗേറ്റ് ടവേഴ്സ്. അത് ഗോപുരം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈസ്റ്റേൺ ഗേറ്റ് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഗോപുരത്തിൻ്റെ അടുത്തെത്തി. ആൻഡ് ദിസ് ഇസ് ദ ടോളസ്റ്റ്, ഓൾമോസ്റ്റ് 11-storied ടവർ വിത്ത് എ ഹൈറ്റ് ഓഫ് അറൗണ്ട് 66 meters. ഇറ്റ്സ് അമേസിങ്. ഇത് നായക്കർ ഡിനാസ്റ്റി ആ സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അരുണാചലേശ്വര ഷ്രൈൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കോവിലിൻ്റെ അകത്തേക്ക് കയറി. ഫസ്റ്റ് ആ ഗോപുരം കേട്ടോ, ഫസ്റ്റ് ആ ഗോപുരം കടന്ന് നമ്മൾ അകത്തേക്ക് കയറി. ഫസ്റ്റ് തന്നെ അവർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു, പിന്നെ സാനിറ്റൈസർ തന്നു. ആൻഡ് ഇറ്റ്സ് ഓൾ ബാരിക്കേഡഡ് ഒരേ ഇതിൽ. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനായിട്ട് റൗണ്ട്സ് എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഫസ്റ്റ് നമ്മൾ മുരുക ടെമ്പിളിൽ പോയി. അത് കഴിഞ്ഞ് പുറത്തിറക്കുന്ന വരുമ്പോൾ റൈറ്റ് സൈഡിലൊരു വലിയൊരു ഹാള് കാണാം. സോ മോസ്റ്റ് ഓഫ് ദ ഹാൾസ് ആർ ബിൽഡ് ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ്. പോസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പിൾ തുറന്നിട്ട് there are some restrictions so on taking visuals. അപ്പോൾ നമ്മൾ ആ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
കഴിയാവുന്നതും നല്ല വിഷ്വൽസ് നമുക്ക് എടുക്കാൻ കിട്ടും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ദൂരെ കാണുന്നതാണ് ഗണേശ ടെമ്പിൾ, അത് പിള്ളയാർ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലക്കുളം, ദാറ്റ്സ് കോൾഡ് അഗ്നി തീർത്ഥം. ആ ഗണേശ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് ആ ഒരു അമ്പലക്കുളം കാണാൻ പറ്റും. തൊഴുതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദി മണ്ഡപത്തിൻ്റെ ആ ഒരു ഭാഗം വളരെ കളർഫുള്ളായിട്ട്, ആ ഗോപുരം നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരുണാചലേശ്വരറിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അവിടെയാണ് കൗണ്ടേഴ്സ് ഉണ്ട്, കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ നമ്മളുടെ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യും, എന്നിട്ട് ആണ് അവർ നമ്മളെ അകത്തേക്ക് അയക്കുന്നത്. ഈ നേരെ അകത്ത് നമ്മൾ പോയി തൊഴുതു വരണ അവിടെ ഒന്നും ക്യാമറാസ് അലൗഡ് അല്ല. സോ നമ്മൾ അവിടെ ഒന്നും വിഷ്വൽസ് എടുത്തിട്ടില്ല. അവിടെ നിന്ന് തൊഴുതു പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ പാർവതിയുടെ ഷ്രൈനിലേക്ക് പോയി. ഈസ് ഡെപിക്റ്റഡ് ആസ് ഉണ്ണാമലൈ അമ്മൻ ഹിയർ. നമ്മൾ തൊഴുത് പുറത്തേക്ക് വന്നു. നമ്മുടെ മെയിൻ ഷ്രൈൻ ശിവ അരുണാചലേശ്വരർ is represented by the lingam. It's called the Agni Lingam, like the 5 elements. It's a fire lingam. The temple was built during the Chola dynasty in 9th century, and later expansions during the Vijayanagara rulers of the Sangama dynasty. That's in 14th and 15th century. Saluva dynasty and Tuluva dynasty in 16th century, 15th and 16th century. And the temple is now maintained by the Hindu Religious and Charitable Endowments Department, Government of Tamil Nadu. We were amazed by the architecture. It's our temple architecture with the granite carvings. നല്ല ഡ്രസ്സാണ് കാണാനായിട്ട്. അത് അതിൻ്റെ ആ ഒരു യുണീക്നെസ് ഏരിയ ഉണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം രാജഗോപുരം ഭയങ്കരമാണത്, ടോളസ്റ്റ് വൺ. പിന്നെ ഇതിന് ഒരു 6 പ്രകാരമുണ്ട്, 6 പ്രകാരം. നമ്മൾ ആദ്യം പോയത് അരുണാചലേശ്വരൻ്റെ അടുത്തേക്കാണ്, പിന്നെയാണ് നമ്മൾ പാർവതിയുടെ അടുത്തേക്ക് വന്നത്, ദേവി. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇറ്റ്സ് അമേസിങ് പ്ലേസ്. As per the mythology, the goddess Parvati closed the Lord Shiva's eyes when they are in a cheerful mood, which leads the whole creation fell into darkness. And the goddess pleaded Lord for the mistake and reached the Kanchipuram to perform a strict penance as directed by the Lord. Later the goddess moved to Iruvannamalai hills near Tiruvannamalai and continued her penance. It is said that during this time Parvati killed the demon Mahishasura and organized a big festival on the day of Kartikeya. Impressed, Shiva appeared as a cosmic flame on the summit of the hill and the goddess joined him there as his consort. നമ്മൾ ഈ ഒരു സമയത്ത് അർദ്ധനാരീശ്വരനായിട്ടാണ് നമ്മൾ ബ്ലെസ് ചെയ്യാനായിട്ട് ബോത്ത് ശിവ ആൻഡ് പാർവതി കമ്മിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ. നമ്മളിപ്പോൾ വെസ്റ്റേൺ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇത് ഗോപുരം. നമ്മൾ ഈസ്റ്റേൺ ഗേറ്റിൽ നിന്ന് കയറിയിട്ട് വെസ്റ്റേൺ ഗേറ്റ് വഴിയാണ് എക്സിറ്റ്, ബിക്കോസ് ഇറ്റ്സ് പോസ്റ്റ് ലോക്ക്ഡൗണിൽ ദേ ഹാവ് അറേഞ്ച്. സോ നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ ഗോപുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ദിസ് ഗോപുരം കോൺസെപ്റ്റ് ഇസ് ബേസിക്കലി സ്റ്റാർട്ടഡ് ബൈ വിജയനഗര ഡിനാസ്റ്റി. ഇറ്റ്സ് ബീൻ ബിൽറ്റ് ബൈ ദ കിങ് ശ്രീ കൃഷ്ണദേവരായ during 1509 to 1529 AD. Eastern Gateway Gopuram is or Vallala Gopuram, which was named after the king Ballala from Hoysala, who made Tiruvannamalai as his capital. So Hoysala dynasty would indirno. The temple has 5 prakarams which are built at the different times, and there is no exact information on which one has done first. So 4th and 5th prakarams were built in 16th century, and the temple architecture, carving and paintings resemble the Hoysala and
Vijayanagara culture. Nayak kings too contributed in renovating the temple. ഗിരിവലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അരുണാചലേശ്വര കോവിലും പിന്നെ അരുണാചല ഹിൽസിനെയും അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ പറയും അണ്ണാമലയാർ ഹിൽസ് എന്നും പറയാം, നമ്മൾ ശിവൻ അണ്ണാമലയാർ എന്നും പറയും. ഇപ്പോൾ ഇതിനെ നമ്മൾ ചുറ്റി പ്രദക്ഷിണം വെച്ച് നടക്കുന്നതിനാണ് ഗിരിവലം എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഹിമാലയയുടെ ഓൾമോസ്റ്റ് തൊട്ടടുത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ ദ സർക്കംആംബുലേഷൻ ഓഫ് അരുണാചല. There are 8 small shrines of lingams located in the 14-kilometer circumference of the hill, each associated with the 12 moon signs. They are collectively termed as Ashtalingam. 8 ലിംഗങ്ങളാണുള്ളത്. So അത് is considered as a worshipping during this Girivalam. Girivalam basically the circumambulation of the hill. So ആ ലിംഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിരുതിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശാനിയലിംഗം. ഇതാണ് അഷ്ടലിംഗങ്ങൾ. നമ്മൾ പോയ ദിവസം പൗർണമി ദിവസമായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഗിരിവലം പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നൊരു സമയം നമ്മൾ പൗർണമി ദിവസം നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഗിരിവലം എന്തായാലും നമ്മൾ വ്യൂവേഴ്സിലേക്ക് എത്തിക്കും. എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഇതൊരു മോട്ടിവേഷനാണ്. നമുക്ക് എല്ലാവർക്കും തിരുവണ്ണാമലയിൽ ട്രാവൽ ചെയ്യാനും ഗിരിവലം ചുറ്റാനും നിറയെ ആൾക്കാർ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവാം. എന്നാലും നമ്മൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും ആ ഗിരിവലം ചെയ്യാനായിട്ട് നമ്മളവിടെ പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ വ്യൂവേഴ്സിലേക്ക് എത്തിക്കും. ഫ്രണ്ട്സ്, നമ്മൾ കുറേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് രമണാശ്രമം വിസിറ്റ്. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത് പബ്ലിക്കിന് ഓപ്പൺ അല്ല. നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും അവിടെ പോവും. അതുമാത്രമല്ല, കോവിലിൻ്റെ ഫ്രണ്ടിൽ നിറയെ സാധൂസ് ഉണ്ടായിരുന്നു. സാധൂസ് നമ്മൾ കവർ ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. ബിക്കോസ് നമ്മൾ ട്രെക്കിങ്ങിന് മുകളിൽ പോകുമ്പോഴാണ് കൂടുതൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധൂസ് കാണാൻ പറ്റും. നമ്മൾ അരുണാചല ഹിൽസിൽ ട്രെക്കിങ് പോകുമ്പോൾ നിറയെ കേവ്സ് ഉണ്ട്. ഈ മോസ്റ്റ്ലി എല്ലാ സാധുസും ആ കേവ്സിനകത്തും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും. അവരാണ് കുറച്ചും കൂടെ ഒത്തൻറ്റിക്കായി തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ കോവിൽ വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ ക്യാമറ വെച്ചല്ല ഇപ്രാവശ്യം വിഷ്വൽസ് എടുത്തിരിക്കുന്നത്, മൊബൈൽ ഫോൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്ഷൻ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. കമൻസ്, നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എന്തായാലും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നോട്ടിഫിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് കൂടുതൽ നമ്മൾ ഒരു റൂം ടൂറാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഹിമാലയ ബർഗമൗണ്ട് ഹോട്ടൽസിൻ്റെ റൂം ടൂറാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ.